ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ്. അപ്പം പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ക്യാഷ് റെഡി എന്ന് പറഞ്ഞ ഇന്ദ്രൻ പ്രതാപന്റെ കയ്യിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേനും ആക്രാന്തത്തോടെ അതങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇന്ദ്രൻ പറഞ്ഞു, ആദ്യം പേപ്പേഴ്സ് റെഡിയാക്ക്, അല്ലെങ്കിൽ പേപ്പേഴ്സിൽ സൈൻ ചെയ്യുക, അതിന് ശേഷം മതി പണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ റെഡി, ഇങ്ങെത്താ എന്ന് പറഞ്ഞു. പേപ്പേഴ്സ് എല്ലാം റെഡിയാണല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ ചോദിച്ചത്, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. നീ ചതിയനാ, നീ ചതിയൻ, എല്ലാവരെയും ചതിക്കും എന്ന് എന്തിനും തന്നെ പറയാണ്. അതെ, ശരിയാ, പക്ഷേ ഞാൻ ചതിയനാ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചതിക്കാറുമുണ്ട്. പക്ഷേങ്കില് ഇന്ദ്രനെ ചതിച്ചാൽ പിന്നെ എനിക്ക് നാട്ടിൽ ജീവിച്ചിരിക്കാൻ പറ്റുമോ? എന്നെ തീർത്ത് കളയില്ലേ ഇന്ദ്രൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ശരിയാ എന്ന് ഇന്ദ്രനും പറഞ്ഞു കേട്ടോ. അതിൽ ഒരു സംശയവും വേണ്ട, അതിൽ ഞാൻ ചെയ്തിരിക്കും. എന്നെ ചതിച്ചാൽ നിന്റെ മരണം ഉറപ്പാ, പ്രത്യേകിച്ച് ക്യാഷിന്റെ കാര്യത്തിൽ. ഞാൻ ഉറപ്പ് തരുന്നു, ഈ വാങ്ങുന്ന പണം പലിശ സഹിതം തിരിച്ചു തരും. ഇല്ലേലും കുഴപ്പമില്ല. ഇതിനായിട്ട് ഈടെ വാങ്ങിയ സ്ഥലം അതെന്റെ കയ്യിലിരിക്കും. തന്നെ കാശ് തരുന്നതുകൊണ്ടല്ലേ ഞാൻ ആ വിവരം അറിഞ്ഞത്. ഏത് വിവരം എന്ന് ചോദിച്ചു വേഗം പ്രതാപൻ. പക്ഷെ അത് ഞാൻ പറയില്ലട്ടോ പ്രതാപ എന്ന് പറഞ്ഞു. പറഞ്ഞാലേ അത് ലീക്ക് ഔട്ട് ആവും, അല്ലെങ്കിൽ താൻ അത് ലീക്ക് ഔട്ട് ആക്കിയിരിക്കും. എന്റെ ആകെയുള്ള പിടിവള്ളിയാ പ്രതാപ അത്. അതുകൊണ്ട് അത് എത്ര ചോദിച്ചാലും തനിക്ക് ഞാൻ പറഞ്ഞു തരില്ല. ശരി, വേണ്ട, പറഞ്ഞു തരണ്ട. അല്ലെങ്കിലും രഹസ്യമൊന്നും സൂക്ഷിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. എങ്ങനെങ്കിലും കോർപ്പറേഷൻ ഇലക്ഷന് ജയിക്കണം, കൗൺസിലർ ആവണം, അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ശരി, എന്നാ പോയി ജയിച്ചു വാ. പിന്നെ കൗൺസിലറൊക്കെ ആവുമ്പോ നമ്മളെയൊക്കെ മറക്കരുത്. മറക്കാനോ? അങ്ങനെ മറക്കുന്നവനാണോ ഈ പ്രതാപൻ? അതെ, അങ്ങനെ മറക്കുന്നവനാണ് ഈ പ്രതാപൻ എന്ന് പറഞ്ഞു. എടോ രാഷ്ട്രീയക്കാരാ, എന്നെ പറ്റിക്കരുത്. അറിയാലോ, ആ ഡോക്ടറുടെ ഗതി തന്നെ തനിക്കും വരും, മനസ്സിലായല്ലോ അല്ലേ? അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പൊ തന്നെ അങ്ങ് കളഞ്ഞേക്കണം. ഏയ് എന്ന് പറഞ്ഞു. അതാ എന്ന് പറഞ്ഞു. ഡോക്യുമെന്റ്സ് മുഴുവൻ ഇന്ദ്രന്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ ഇന്ദ്രൻ വാങ്ങിച്ചു, ഒപ്പിട്ടൊക്കെ നോക്കി. പിന്നെ എന്തിനും ഏതിനും ഈടി വരുന്ന കാലമാണ്, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം കേട്ടോ എന്ന്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നേരെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങി നേരെ ഇവന് പണവും കൊടുത്തിട്ട് പോവാണ് കേട്ടോ. പണം കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പണത്തെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ പ്രതാപൻ. പിന്നെ നമ്മൾ കാണുന്നത് പാറുവിനെയും വിശ്വത്തിനെയാണ്. സാക്ഷികൾ എത്തിയിട്ടില്ല. എന്റെ വിശ്വ, സമയം പോവാണല്ലോ, ഇതുവരെയും സാക്ഷികളെ കണ്ടില്ലല്ലോ, അവരെവിടെ എന്ന് ചോദിച്ചു. വരണ്ട സമയം കഴിഞ്ഞു, വരുവായിരിക്കും എന്ന് പറഞ്ഞു. എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കിയപ്പോ ഫോൺ എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? അവര് ചതിക്കുന്നവരൊന്നും അല്ല, എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. ഇനി വഴി വല്ല വെച്ച് എന്നെ അപകടവും പറ്റി കാണുമെന്നാ എന്റെ സംശയം എന്നായിരുന്നു. താൻ വാ, നമുക്കൊന്ന് ശരവണ്ണനെ കാണാമെന്ന് പറഞ്ഞ് ഇവര് വേഗം രജിസ്റ്റർ ഓഫീസിലേക്ക് കയറി ചെല്ലാണ്. ശരവണ്ണൻ ഇറങ്ങി വന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. സാക്ഷികൾ എവിടെ എന്ന് ചോദിച്ചു. അല്ല, വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നോ? കല്യാണം രജിസ്റ്റർ ചെയ്യാനായിട്ട് 2 സാക്ഷികൾ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? അതെ, ഏർപ്പാട് ചെയ്തതാ, പക്ഷെ വരാന്ന് വാക്കും തന്നതാ, വന്നില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. എന്നാ പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റിയാലോ? അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെങ്കിലും ഇന്ന് തന്നെ നടക്കണം എന്ന് പാറു പറഞ്ഞു. അല്ലെങ്കിൽ ഇവൾ അമേരിക്കയിലേക്ക് പോകേണ്ടി വരും. അത് ശരി. അമേരിക്കയിലേക്ക് പോക്കും വേണ്ട എന്ന് വെച്ചിട്ടാണോ 2 സാക്ഷികളെ പോലും ഒപ്പിക്കാൻ പറ്റാത്ത ഇവന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ മിണ്ടാൻ പറ്റുമോ? അതുകൊണ്ട് മിണ്ടാതെ നിന്നു 2 പേരും. കാശ് ഉണ്ടെങ്കിൽ ഒരു 2000 രൂപയും എടുക്ക എന്ന് പറഞ്ഞു. അവസാനം അതെടുത്ത് വിശ്വം കൊടുക്കുകയാണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതൊന്നും അല്ല കേട്ടോ, സാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ. നോക്കാം ആരെങ്കിലും കിട്ടുമെന്ന്. എന്തായാലും തൽക്കാലം വാ എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. മേഡം, ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു കല്യാണം കഴിക്കാൻ വന്ന ചെക്കനും പെണ്ണും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, അവിടെ ഇരുന്ന ഫയൽ എടുത്ത് മേഡം കൊടുക്കാണ്. അപ്പൊ വിശ്വവും അതുപോലെ തന്നെ പാറുവും അതിലൊപ്പുക. നേരത്തെ ദൈവത്തെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഒപ്പിട എന്ന് പറഞ്ഞു. ഇവർ 2 പേരും ഒപ്പിട്ട ശേഷം ശരി മാഡം എന്ന് പറഞ്ഞു പുറത്തേക്ക്. അല്ല വിശ്വം, സന്തോഷമായില്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ 2 പേർക്കും. അല്ല സാക്ഷികള്?
അതൊക്കെ ഈ ശരവണ്ണൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ പോയിക്കോ. ഇതൊക്കെ ലീഗലാണല്ലോ അല്ലേ? എന്താ സംശയം? ഡേറ്റില് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത് കണ്ടുപിടിക്കാൻ ഒരുത്തിനെ കൊണ്ട് പറ്റില്ല. ഈ ശരവണ്ണെ ഇതിനേക്കാൾ വലിയ കളി കളിച്ചിട്ടുണ്ട്. പിന്നെയാ ഇത്. നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ. എന്നാ ശരി എന്ന് പറഞ്ഞ് പാറുവിനെയും കൂട്ടിക്കൊണ്ട് ഇവർ രണ്ടുപേരുടെ പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്താ എന്താ ആവശ്യം എന്ന് ചോദിച്ചു. പാറു, ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ട്, കൂടെ ഒരു താലിയും. അത് തന്റെ കഴുത്തിൽ എനിക്കൊന്ന് അണിയിക്കണം എന്ന് പറഞ്ഞു. അണിയിച്ചോ എന്ന് പറഞ്ഞു പാറു. അവസാനം ദേണ്ട വലിയൊരു മാല തന്നെ വാങ്ങിയിട്ടുണ്ട് വിശ്വം. എന്നിട്ട് ആ മാല നമ്മുടെ പാറുവിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാണ് കേട്ടോ. ഭയങ്കര സന്തോഷായി. എന്നിട്ട് ചേർന്ന് നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടി ഇവരുടെ ഇവിടത്തേക്ക് കാര്യം പറഞ്ഞ ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ എത്ര സമയമാ വേസ്റ്റ് ആകുന്നത്. എന്താണെങ്കിലും നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇവരെ രജിസ്റ്റർ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ സൈഡിൽ മറഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. ഡാ ശരവണ എന്ന് വിളിച്ചു സേതു. ആ സേതു ഏട്ടാ, എന്തുവായത്? മുഷിഞ്ഞോ? ഇത് വരെയില്ല, പക്ഷെ ഇനിയും വൈകിയ മുഷിഞ്ഞു പോകും എന്ന് പറഞ്ഞു. ഇപ്പൊ ശരിയാക്കാണ. ഇതിനിടയിൽ ഒരു കല്യാണത്തിന്റെ കേസ് വന്നു. നല്ല ഒന്നാന്തരം വീട്ടിലെ പിള്ളേര്. പക്ഷെ എന്ത് ചെയ്യാൻ, സാക്ഷികളില്ലാതായിപ്പോയി. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അതാ. എന്തിനാ പുറത്തന്വേഷിക്കുന്നത്? നിൽക്കുമല്ലേ ഒന്നാന്തരം 2 സാക്ഷികൾ എന്റെ മുന്നില്. സേതുവേട്ടാ, ഒന്ന് സഹായിക്കണം. ഒരു ഒപ്പിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഒപ്പ് വേണോ എന്ന് ചോദിച്ചു പല്ലവിയോട്. സാക്ഷിയായിട്ട് ഒപ്പിടുന്നതുകൊണ്ട് എന്താ അങ്ങനെ ചോദിക്കാം? സേതുവേട്ടന്റെ കൂട്ടുകാരിക്കുള്ള ധൈര്യം പോലും സേതുവേട്ടനില്ലാതായി പോയല്ലോ. ഡാ 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 ഡാ, എന്റെ ധൈര്യത്തെക്കുറിച്ചൊന്നും നീ മിണ്ടണ്ട. എവിടെ ഒപ്പിടണ്ടേ? വാ മാഡം, നേരത്തെ നടന്ന കല്യാണത്തിന്റെ സാക്ഷികളാ എന്ന് പറഞ്ഞ് സേതുവിനെയും പല്ലവിയെയും കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വിടുകയാണ് കേട്ടോ. സേതേട്ടാ ചേച്ചി, താങ്ക്സ് ഏട്ടാ എന്ന് പറഞ്ഞു. ഡാഡാ ഇങ്ങ വന്നേ, 1 മിനിറ്റ് നിക്കടാ. സാക്ഷികളെ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് നീ എത്ര രൂപ വാങ്ങി? ഞാനൊന്നും വാങ്ങിയില്ല. എത്ര രൂപ ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്യും. എടാ, ഈ ഓഫീസില് സ്വന്തം അച്ഛനൊരാവശ്യം പറഞ്ഞു വന്നാൽ പോലും നീ കൈക്കൂലി വാങ്ങും. അത് ശീലായിപ്പോയി. നീ അത് മാറ്റാൻ പറ്റില്ലണ്ണാ. അത് എത്രയാണെങ്കിലും അത് അവർക്ക് തിരിച്ചു കൊടുത്തേരേ. കല്യാണം കഴിഞ്ഞതിലേ ഉള്ളവർ കാശിന് ആവശ്യങ്ങളൊക്കെ കാണും. അത് ശരിയാ. എന്നാലേ പിന്നെ അല്ല, ഞാൻ പോയി ആധാരത്തിന്റെ ഒരു കോപ്പി എടുത്തോണ്ട് വരാവേ. ഇപ്പൊ നിക്കേ എന്ന് പറഞ്ഞ് ശരവണ്ണകത്തേക്ക് പോവാട്ടോ. സത്യം, ഇവന്റെ ഒരു കാര്യം പറഞ്ഞാല് ഏതേ അങ്ങനെ സാക്ഷിക്കോളത്തിലും നമ്മൾ ഒപ്പിട്ടു അല്ലേ സേതുവേട്ടാ? ഇനി എന്നാണാവോ വധുവിന്റെയും വരന്റെയും കോളത്തിൽ ഒപ്പിടേണ്ടി വരുന്നത്? ഉടനെ നടക്കുവോ സേതുവേട്ടാ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ സേതുവിനും. അതിനുള്ള ഭാഗ്യം അടുത്ത് തന്നെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടാവും, അതിനൊരു സംശയവും പല്ലവിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അല്ല, ആരായിരിക്കും ആ കുട്ടികള്? ഇന്ന് കല്യാണം കഴിഞ്ഞവര് ആരാണെങ്കിലും അവര് നന്നായി സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടട്ടെ അല്ലേ സേതുവേട്ടാ? അതെ, അവരുടെ ജീവിതത്തില് എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് സേതുവും അനുഗ്രഹിക്കുകയാണ്. അപ്പൊ ശരവണൻ ഇതാണ് മുന്നാധാരത്തിന്റെ കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇനി സേതുവേട്ടന് പോകാം. പൈസ എടുത്തപ്പോ അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിക്കോളാം, ഇപ്പൊ സേതുവേട്ടൻ ചെല്ല് എന്ന് പറഞ്ഞ് നേരെ സേതുവും പല്ലവിയും. സ്നേഹമുള്ളവനാ എന്നുണ്ടെ സേതു ഇങ്ങനെ പറയാണ് കേട്ടോ. സഹായി തന്നെയാ. എന്നാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരുടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഈ സമയത്താണ് നമ്മുടെ പാറുവും വിഷുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ പോവാനായിട്ട്. ഈ സമയത്ത് സ്നേഹുവിനെയും പല്ലവിയും കണ്ടിട്ട് ആകെ ഷോക്കായി പോയി. രണ്ടുപേർക്കും ഇവരെ കണ്ടില്ല കേട്ടോ, പരസ്പരം കണ്ടില്ല. പക്ഷേങ്കില് ഇവരങ്ങ് പാസ് ചെയ്ത് നടന്നു പോണത് പാറുവും വിഷുവും കണ്ടിരുന്നു. വിഷു, ചേച്ചി എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. അറിയില്ല, എന്തിനാന്ന് അറിയില്ല. അപ്പം ശരവണ്ണൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ. ആഹാ, ഇവരിതുവരെ പോയില്ലേ? അപ്പൊ നേരെ ശരവണ്ണൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താ നിങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നോ? എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. 2 നല്ല കിടിലൻ സാക്ഷികളെയാ കിട്ടിയത് എന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ അറിയോ, നിങ്ങളുടെ ഒരു യോഗം നോക്കണേ. കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന സേതുമാധവൻ എന്ന് പറയുന്ന ആളാണ് 1ാം സാക്ഷി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരിയാണ് പല്ലവി, അവരാണ് 2ാം സാക്ഷി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊന്ന് ഞെട്ടി ഷോക്കായി പോയി കേട്ടോ. അതോടെ എല്ലാവരും ആകെ ഷോക്കായി പോയി. ഇവര് രണ്ടുപേരുടെ ആണല്ലോ സാക്ഷികൾ എന്ന് ഓർത്തിട്ട് കേട്ടോ. എങ്ങനെ അപ്പൊ ആരും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അതെ, ഇങ്ങനത്തെ സാക്ഷികളെ ഉണ്ടാക്കുന്ന ആളായി ശരവണൻ. മംഗളാശംസകൾ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ശരവണൻ അങ്ങ് പോയി കേട്ടോ. അപ്പോഴേക്കും പാറു
നീ എന്തിനാ കരയുന്നത്? കരയില്ലേ? എന്തിനാ പാറു നീ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു. നീ എന്താ വിഷമിക്കില്ലേ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കാണ് കേട്ടോ വിശ്വം. എല്ലാം ദൈവ അനുഗ്രഹാന്ന് വിചാരിക്ക. അല്ലെങ്കിൽ അവരിവിടെ വരുവോ? സാക്ഷി ഒപ്പിടുവോ? എന്റെ കല്യാണമാണെന്ന് അറിയില്ലല്ലോ വിശ്വ ചേച്ചിക്ക്. താൻ വിഷമിക്കില്ല. നമ്മളെ ഒരിക്കല് എല്ലാം മറക്കും, എല്ലാവരും അനുഗ്രഹിക്കും. അന്ന് പറഞ്ഞു ചിരിക്കാൻ ഒരു സംഭവം അത്ര മാത്രം കരുതിയാ മതി. എങ്ങനെ നടക്കേണ്ട കല്യാണം എന്റേതാ. കല്യാണമായിട്ട് ചേച്ചിക്ക് ഒരു പിടി ചോറ് കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. ചേച്ചിക്ക് ഒരു പിടി ചോറ് കൊടുക്കണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. അയ്യോ വേണ്ട, ഈ അവസ്ഥയില് ചേച്ചിയുടെ മുമ്പിലേക്ക് ചെല്ലണ്ട. അത് ചിലപ്പോ ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തായാലും ചേച്ചി ഇവിടെ വരെ വന്നോ. എന്താണെങ്കിലും ആളറിയാതെ സാക്ഷിയുമായി. ഇനി ചോറ്, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. താൻ എന്നെ ഒന്ന് വിശ്വസിക്ക. വേണ്ട വിശ്വ, ഈ സമയത്ത് എനിക്ക് ചേച്ചിയെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ കല്യാണം കഴിച്ചു എന്നൊന്നും ചേച്ചി അറിയാൻ പോണില്ലല്ലോ. അല്ലാതെ തന്നെ ചേച്ചിയെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചോളാം എന്ന് പറഞ്ഞു. ഡോ, ചേച്ചി വരും, വന്നിരിക്കും. ചേച്ചി കണ്ടോ? താൻ കണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ആധാരത്തിന്റെ കോപ്പി കിട്ടിയെന്ന് കരുതി എല്ലാം ആയിന്ന് വിചാരിക്കില്ല കേട്ടോ സേതുവേട്ടാ. എത്രയും പെട്ടെന്ന് ലീഗൽ ലീഡർഷിപ്പ് എടുക്കണം. എടുക്കാലോ, അത് എടുത്തല്ലേ പറ്റുമോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പല്ലവിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. വിശ്വനാണല്ലോ. ആ നല്ല ആളാ ചേച്ചി, എന്നെ മറന്നു അല്ലേ? അല്ല വിശ്വ, അത് കോടതിയിൽ വന്ന് എന്റെ ചേട്ടനെതിരെ സാക്ഷി പറഞ്ഞിട്ട് ഒരു ജീരക മുട്ടായി പോലും വാങ്ങി തന്നില്ലല്ലോ. അതെയോ? അതിനെന്താ, വാങ്ങിത്തരാലോ. എന്തിനാ ജീരക മുട്ടായിൽ ഒതുക്കുന്നത്? അതിലും വലിയ ട്രീറ്റ് തന്നെ തരാം. എന്നാ രജിസ്റ്റർ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് വരുവോ? ഇപ്പം ഞാൻ അവിടെയുണ്ട്. ഇന്നത്തെ ഉച്ചഭക്ഷണം അവിടെ നിന്നാവാം. എന്റെ ഒപ്പം സേതുവേട്ടനെയും വേണേ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അതെ, അല്ല അത് ഇന്ന് തന്നെ വേണോ എന്ന് ചോദിച്ചു. വേണം, ഇന്ന് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ചേച്ചിയല്ല, ഈ ഞാനാ എന്ന് പറഞ്ഞു. അപ്പൊ ഞെട്ടിപ്പോയി പല്ലവി. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാ ഇന്ന്. എനിക്കെന്റെ സന്തോഷം പങ്കുവെക്കാൻ എനിക്ക് ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്ന് ചോദിച്ചു. അതെ, വീട്ടുകാര് ഇപ്പൊ കൂടെയില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി പോവരുത് എന്ന ചേട്ടന്റെ ഒരു കൽപ്പന. അതുകൊണ്ട് മൊഴി കൊടുത്തതിന്റെ പേരില് ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്താവുന്ന മട്ട. ഇനി എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പറ്റില്ല എന്ന് മാത്രം ചേച്ചി പറയരുത്. സേതുവേട്ടനെയും കൂട്ടി ചേച്ചി ഉറപ്പായിട്ട് വരണം. വരാം എന്ന് പറഞ്ഞു പല്ലവി ഫോൺ വെച്ചു. രജിസ്റ്റർ ഓഫീസിന്റെ അടുത്ത് തന്നെയുണ്ട്, ഉടനെ എത്തിക്കോളാം. ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ. അതെ, എന്താ എന്ന് ചോദിച്ചു സേതു. അല്ല, വിഷുവിനാ വിളിച്ചത്. എന്തോ അടുത്തുള്ള റെസ്റ്റോറന്റില് ട്രീറ്റ് തരാൻ വെയിറ്റ് ചെയ്യാന്ന്, നമുക്ക് പോവാം എന്ന് പറഞ്ഞോണ്ട് സേതുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ പല്ലവി ആ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം പാറുവിന് നല്ല ടെൻഷനുണ്ട്, എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ എന്ന് ഓർത്തിട്ട്. അതെ, ഇപ്പൊ സന്തോഷമായില്ലേ തനിക്ക് ചോദിച്ചു. എങ്ങനെയുണ്ട്, ഓക്കെ ആയോ? തന്റെ ചേച്ചിയും സേതുവേട്ടനും ഊണ് കഴിക്കാൻ വരും. എന്താ അതുപോരെ? നമ്മളെ വെച്ച് കണ്ട വിശ്വ അത് വിഷയമാവില്ലേ? ഇത്രയും പറയാൻ പറ്റിയ എനിക്ക് പിന്നെയാണോ ഇനിയും പറയാൻ പറ്റാത്തത്? അത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും വിശ്വസിച്ചോളാം. നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട ചേച്ചി എങ്ങനെ എടുക്കുമെന്നാ എനിക്കറിയാത്തത്. എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ 2 പേരാണെന്ന് ഇനി പറയരുത്. ഇനി നമ്മൾ 2 പേരല്ല, നമ്മൾ 2 പേരും ഒന്നാ. അത് മനസ്സിലായല്ലോ? അതിന്റെ ഒപ്പ നമ്മൾ കുറച്ചു മുൻപ് രജിസ്റ്ററിലിട്ടത്. അതുകൊണ്ട് കഴുത്തി കിടക്കുന്ന ഈ താലി, അതും അതിന്റെ ഒരു ചിഹ്നാന്ന് കൂട്ടിക്കോ. അയ്യോ ദൈവമേ, പറഞ്ഞപ്പോഴാ ഞാൻ താലിയെ പറ്റി ഓർത്തത്. ചേച്ചി ഈ താലി കാണില്ലേ? അതിനെപ്പറ്റി ചേച്ചി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും? അതൊക്കെ ആ സമയത്ത് വേണ്ടതുപോലെ ചെയ്യാവുന്നേ. തൽക്കാലം അവരെത്തുന്നതിന് മുൻപ് നമുക്കവിടെ എത്തണം. പോവാ വാ പാറു എന്ന് പറഞ്ഞ് പാറുവിനെയും കൂട്ടിക്കൊണ്ട് വിഷു അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ എന്താ പറയാ കർത്താനെയാണ് കേട്ടോ. കർത്തയല്ല, നമ്മുടെ കാട്ടൂരാന് വക്കീലിനെ കണ്ടപ്പോഴത്തേനും ഇന്ദ്രൻ വക്കീലേ എന്ന് പറഞ്ഞ ഇവൻ ആവശ്യം പിടിച്ച് ഓട്ടി വരുവാണ്. അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞോണ്ട് കാട്ടൂര മുന്നിലോടുവാണ്. ഓടിച്ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് എന്നെ കൊല്ലലടാ എന്ന് പറഞ്ഞു. വക്കീലിനെ കെട്ടിപ്പിടിച്ച് ആ മൊട്ടത്തലയിൽ ഒരു ഉമ്മ കൊടുക്കുക. കഴിഞ്ഞു വക്കീലേ, കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു എന്ന്? കല്യാണം കഴിഞ്ഞു വക്കീലേ. വിഷുനും പാറു ഇനി 2 അല്ല, ഇനി അവരൊന്നാ. ഒരൊറ്റ കരൾ. നോട്ടീസ് കാലാവധി 1 മാസം അല്ലേ? പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് സാധിച്ചു? ക്യാഷ്, സ്വാധീനം, അത്ര തന്നെ.
അതിന്റെ മുകളിൽ പറക്കുന്ന വല്ലതും ഉണ്ടോ ഇപ്പൊ ഈ നാട്ടില്? ശരിയാ എന്ന് പറഞ്ഞു. ശവം പോലും കാശ് കണ്ടാ എഴുന്നേറ്റിരിക്കുന്ന കാലമായത്. എന്തായാലും ബോൾ ഇപ്പൊ നമ്മുടെ കോർട്ടിലായിട്ടുണ്ട് വക്കീലേ, ഇനി എനിക്ക് കളിക്കാം. എന്റെ സംശയം തന്റെ അനിയനെ കുറിച്ചാ എന്ന് പറഞ്ഞു. എന്ത് സംശയം? പറ. എടോ, അവൻ ഒരു റിബളാ. അവൻ മിക്കവാറും ആ പെണ്ണിന്റെ ഫാമിലിക്കൊപ്പം നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാ ഞാനീ പറയണത്. അങ്ങനെ വന്നാ പിന്നെ തന്റെ ആ ഒരു കാര്യം എന്ത് കാര്യം? എന്റെ വക്കീലെ, ഞാൻ നല്ല നടനാന്നുള്ള കാര്യത്തില് വക്കീലിന് സംശയമുണ്ടോ? തരക്കേടില്ല, അത്രേ ഉള്ളൂ. ഞാനൊരു നല്ല നടൻ തന്നെയാ. അതെ, നല്ല നടൻ തന്നെയാണ് എന്ന് വക്കീല് വേഗം. യു ആർ എ വെരി ഗുഡ് ആക്ടർ. അതാണ്, അങ്ങനെ വേണം. സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് ഓസ്കാർ കിട്ടിയേനെ, ഓസ്കാറാ. അല്ല, ഈ ഓസ്കാറും ഈ കേസും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല? ഇതുവരെയും വിശ്വൻ എനിക്ക് ശത്രുവായിരുന്നു. ഇനി മുതൽ പക്ഷെ അങ്ങനെയല്ല. അവൻ എന്റെ ഹാർട്ടാന്നേ, ഹാർട്ട്. കേട്ടില്ലേ വക്കീലിന്? ആ, ഓഹോ, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. ആഹാ, ഞാൻ അവനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വക്കീല് കണ്ടോ? ഈ ഉള്ളംകൈ കണ്ടോ വക്കീലെ? ഈ ഉള്ളംകൈ, അതിലായിരിക്കും 2 പേരുള്ളത്. അവരെ പിടിച്ച് ഞാനിങ്ങനെ വിടില്ല ഞാൻ. എടാ, നെയ്യിപ്പ പിഴിത് എന്റെ താടിയാടാ, ഒന്ന് വിറ എന്ന് പറഞ്ഞു. യോ, സോറി മുട്ട വക്കീലേ, സോറി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, അവള് വരും. ആ പല്ലവി വന്നെന്റെ കാല് പിടിക്കവള്, കരയും. അതിനുശേഷം നോ സെന്റിമെന്റ്സ്, മനസ്സിലായോ? എനിക്ക് പിന്നെ ഒന്നേ ഉള്ളൂ, ലിവ് വിത്ത് മീ, എന്നോടൊപ്പം താമസിക്ക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ നടക്കുവോ എന്ന് ചോദിച്ചു. പഠിച്ച കുട്ടിയാ, അവളെ സപ്പോർട്ട് ചെയ്യാൻ പുറകിൽ ആളുമുണ്ട്. എല്ലാത്തിനും മോളിലല്ലേ വക്കീലെ രക്തബന്ധം. കൊളുത്തി വലിക്കില്ലേ ഞാൻ അതിങ്ങോട്ട് എന്ന് ചോദിച്ചു. വേദനയായിട്ടും വെപ്രാളമായിട്ടും വേടയ്ക്കും അവളുടെ മനസ്സ് കിടന്നു എന്ന് പറഞ്ഞു. എല്ലാം തീർന്നു എന്ന് കരുതുന്ന ആ സമയത്ത് എനിക്ക് കിട്ടിയ മൃതസഞ്ജീവനി എന്നാണോ കവി ഉദ്ദേശിച്ചത്? അത് തന്നെ, അതാണ് ഈ കല്യാണം വക്കീലെ. ഇനിയിപ്പോ വേണമെങ്കിൽ വക്കീലിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വക്കീലെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മിക്കവാറും വക്കീൽ ഇനി കോടതിയിൽ പോവേണ്ടി വരില്ല. ആണോ? സന്തോഷം. കേസ് ഒത്തുതീർപ്പാവൂലോ. ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽമെന്റ്. ഓക്കെ, ഹാപ്പി അല്ലേ വക്കീലെ? ചുള്ളൻ. നമുക്ക് വൈകിട്ടൊന്ന് കൂടണോട്ടോ വക്കീലെ. അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോവാണ്. ഇതൊക്കെ എന്തോ ഒന്ന് ഹാപ്പി ആവാൻ. ഇങ്ങനെയൊക്കെ ഓരോന്ന് തീരുമാനിച്ചു പറഞ്ഞാൽ എന്റെ കാര്യം ചട്ടിയിലാവും. എന്റെ എഫേർട്ട് എല്ലാം പോയി കിട്ടും. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ ശോഭേനെയാണ്. നമ്മുടെ പാറുവിന് കൊണ്ടുപോകാനുള്ള അച്ചാറെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ആള്. അപ്പൊ മാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട്, എന്റെ ശോഭേ, ഇത്രയൊക്കെ അവള് കൊണ്ടുപോവോ? ആ കാര്യമൊക്കെ മാഷ് എനിക്ക് വിട്ടേരെ, ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയാണ് കേട്ടോ. ശരിക്കും നാരായണ മാഷിനെ കാണാൻ പോയതാ. ഭാഗ്യത്തിന് പോയി കണ്ടു, കാശും കിട്ടി. കാശോ? പോകുമ്പോ വെറും കൈയോടെ പറഞ്ഞയക്കാൻ പറ്റുമോ ശോഭ അവളെ? അവള് വേറൊരു നാട്ടിലേക്കല്ലേ പോണത്, കാശ് കൊടുത്തു വിടണം വേണ്ടേ എന്ന് ചോദിച്ചു. സ്വന്തമായിട്ടൊരാവശ്യം വന്നാല് ആരുടെയും മുൻപിൽ കൈ നീട്ടാനായിട്ട് ഇടവരുത്തരുത്. അതുകൊണ്ടാ നമ്മളുടെ കയ്യിൽ നിന്ന് ഞാൻ നാരായണ മാഷിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങേണ്ടിയിരുന്നില്ല. ഞാൻ എന്റെ ഈ വള തന്നേനല്ലോ വിൽക്കാൻ എന്ന് ചോദിക്കുകയാണ്. പല്ലവിയുടെ കല്യാണം നടത്തിയ വകയില് ഇപ്പൊ തന്നെ നല്ലൊരു തുക കടമുണ്ട് നമുക്ക്. ആ കൂടത്തിൽ ഇതുകൂടി ആകുമ്പോ നമ്മളെങ്ങനെ വീട്ടു മാഷേ? അതിനല്ലേ പാറു അമേരിക്കയിലേക്ക് പോണത്. അവൾക്കൊരു ജോലി കിട്ടിയ 1 കൊല്ലത്തിനുള്ളില് എല്ലാ കടങ്ങളും നമുക്ക് വീട്ടാൻ പറ്റില്ലേ? പിന്നെ എന്താ, ഇനി നമ്മുടെ സമയം ശോഭ വരാൻ പോവാ. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും, നല്ലൊരു ജീവിതം നമുക്കും കിട്ടും എന്നൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ് നമ്മുടെ മാഷും ശോഭയും കൂടി. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.